Hi, I am Rojas Jose, Managing Director of Alpha Academy and Genius Integrated School, Alappuzha. 2024 NEET examination മാർക്കിനെ ബേസ് ചെയ്തിട്ട് ഓൾ ഇന്ത്യ റാങ്കും സ്റ്റേറ്റ് റാങ്കും അതിൽ നമ്മുടെ സ്റ്റേറ്റ് റാങ്ക് ഓൾറെഡി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. നമ്മുടെ സ്റ്റേറ്റ് റാങ്ക് വെച്ചിട്ട് നമുക്ക് ഈ വർഷം MBBSനും BDSനും അത് ഗവൺമെൻറ് ആകട്ടെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ആവട്ടെ ഈ രണ്ട് കോഴ്സ് കൂടാതെ നമുക്ക് ബാക്കി വരുന്ന മുഴുവൻ കോഴ്സുകളും ആയുർവേദം, വെറ്റിനറി, അഗ്രികൾച്ചർ, ഫിഷറീസ് ഏതുമാവട്ടെ ഇതിനൊക്കെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ട് 2023 റാങ്ക് വെച്ച് ഈ വർഷത്തെ നമ്മുടെ മാർക്കും ഈ വർഷത്തെ 2024 റാങ്കും വെച്ച് നമുക്ക് ഏത് കോഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ് ഇന്നത്തെ ഈ ചാനലിലൂടെ നാം ചെയ്യുന്നത്. ഇതിനോടൊപ്പം ഒന്ന് ചേർക്കാനുള്ളത് രണ്ട് കൗൺസിലിംഗ്, ഓൾ ഇന്ത്യ കൗൺസിലിങ്ങും സ്റ്റേറ്റ് കൗൺസിലിങ്ങും പാരലായിട്ട് നടക്കുകയാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നാം മുന്നോട്ട് പോകുന്നത്. നീറ്റ് എക്സാമിനേഷൻ എഴുതി മെഡിക്കൽ ഒരു അലോട്ട്മെൻറ്റിന് വേണ്ടി കാത്തു നിൽക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളുടെയും ഏറ്റവും പ്രാധാന്യമുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ സമയത്ത് എൻട്രൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സുകൾ, ഓരോ ദിവസത്തെയും ഡൗട്ട്സുകൾ തീർത്ത് കൃത്യമായി ഓൺലൈൻ രജിസ്ട്രേഷൻ പ്രോസസ്സിങ്ങിൽ നാം പങ്കെടുക്കണം. ഇതിനായി ആൽഫ അക്കാഡമിയുടെ ഈ യൂട്യൂബ് ചാനലിലൂടെ ഓരോ ദിവസവും പുതിയ പുതിയ അപ്ഡേറ്റ്സുകളും ന്യൂസുകളും പേരൻസിലേക്കും വിദ്യാർത്ഥികൾക്കും എത്തിക്കൊണ്ടേയിരിക്കും. ഇതിനായി നമുക്ക് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതിനോടൊപ്പം പേരൻസിനുണ്ടാകുന്ന ഏതൊരു സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് വിളിക്കുകയും ചെയ്യാം. നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങൾ തീർത്തു തരാൻ ആൽഫയിലെ എക്സ്പേർട്ട് ടീം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടാവും. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേരള റാങ്ക് വെച്ചിട്ട് നമ്മുടെ ഓൾ ഇന്ത്യ മാർക്ക് വെച്ചിട്ട് നമുക്ക് ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ കിട്ടാം എന്നുള്ളതിനെക്കുറിച്ചൊരു സാധ്യതയെക്കുറിച്ചാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ സമയത്ത് ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. ഓഗസ്റ്റ് 16 ഇന്ന് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചോയ്സ് ഫില്ലിംഗ് തുടങ്ങിക്കഴിഞ്ഞു. ഈ ചോയ്സ് ഫില്ലിങ്ങിൽ ഓൾ ഇന്ത്യ വൈസ് ഒരു സീറ്റ് ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ആ കൗൺസിലിംഗ് പ്രോസസ്സിങ്ങിൽ പങ്കെടുത്തിരിക്കണം. അവിടെ വരുന്നത് MBBSൻ്റെയും BDSൻ്റെയും ഓൾ ഇന്ത്യ വൈസുള്ള 15% സീറ്റും അതിനോടൊപ്പം മുഴുവൻ സീറ്റുകളും ഫില്ല് ചെയ്യുന്ന AFMC, എയിംസ്, ജിപ്മർ ഈ ക്യാമ്പസുകളും ഇതിനോടൊപ്പം ഡീംഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളുടെയും സീറ്റുകൾ ഫില്ല് ചെയ്യുന്നത് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ്. ഇനി അതിനോടൊപ്പം പാരലായി കേരള സ്റ്റേറ്റിൻ്റെ, അതായത് ഓരോ സ്റ്റേറ്റിൻ്റെയും നമ്മുടെ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 85% MBBSൻ്റെയും BDSൻ്റെയും ബാക്കി വരുന്ന സീറ്റുകളും അതിനോടൊപ്പം ബാക്കിയുള്ള അലൈഡ് കോഴ്സുകളിലേക്കുമൊക്കെ ഒരു അഡ്മിഷൻ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരള അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ്ങിൽ നാം കൃത്യമായി പങ്കെടുത്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കേരള റാങ്കിനെ ബേസ് ചെയ്തിട്ട് മുൻ വർഷങ്ങളിൽ ഏതൊക്കെ കോഴ്സിന് എവിടെയൊക്കെ വിദ്യാർത്ഥികൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നമുക്ക് അതിനെ ബേസ് ചെയ്ത് കൃത്യമായിട്ട് ഓപ്ഷൻസ് കൊടുക്കാൻ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും സഹായമാകുന്നത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ഡിസ്കഷനിലൂടെ മുന്നോട്ട് പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ MBBSൻ്റെ ഗവൺമെൻറ് കോളേജുകളിൽ കേരളത്തിലെ 12 ഗവൺമെൻറ് MBBS മെഡിക്കൽ കോളേജുകളാണുള്ളത്. അപ്പോൾ ആ ഒരു കോഴ്സിലേക്ക് നമുക്ക് അഡ്മിഷൻ കിട്ടാൻ കഴിഞ്ഞ വർഷത്തെ റാങ്ക് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. 2023 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാണ് നമുക്കുള്ളത്. ഇവിടെ ഗവൺമെൻറ് MBBS സ്റ്റേറ്റ് മെറിറ്റിലേക്ക് വരുമ്പോൾ ലാസ്റ്റ് റാങ്ക് 2023 ലാസ്റ്റ് അലോട്ട്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 864 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ വർഷം സ്റ്റേറ്റ് മെറിറ്റിൽ ഒരു ഗവൺമെൻറ് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. അത് മുഴുവൻ ക്യാമ്പസിലും 12 മെഡിക്കൽ കോളേജുകൾ എടുത്താൽ. അപ്പോൾ ഈ വർഷം നമുക്കതൊരു 864 പകരം 900 വരെ റാങ്ക് ഉള്ള വിദ്യാർത്ഥികൾക്ക് കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ആൽഫയിലെ തന്നെ ധാരാളം സ്റ്റുഡൻസ് ഓൾ ഇന്ത്യ റാങ്കിങ്ങിൽ ഏറ്റവും നല്ല മാർക്കുകൾ സ്കോർ ചെയ്തിട്ടുണ്ട്. 720ൽ 710 മാർക്ക് വരെയാണ് ആൽഫ അക്കാഡമി സ്കോർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഉയർന്ന മാർക്കുകൾ വിദ്യാർത്ഥികൾ സ്കോർ ചെയ്തു എന്നുള്ളത് കൊണ്ട് ഓൾ ഇന്ത്യ ലെവലിൽ സ്കോർ ചെയ്തുകൊണ്ട് ഇവരൊക്കെ ഒരു ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ സീറ്റുകൾ താഴെ റാങ്കിൽ വന്ന കുട്ടികൾക്ക് പോലും കിട്ടാനുള്ളൊരു അവസരമാണ് വിദ്യാർത്ഥികൾക്ക് ഒരുങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം 864 ആയിരുന്നെങ്കിൽ അത് ഈ വർഷം ഒരു 900 എങ്കിലും മാർക്ക് വന്ന വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് സീറ്റിലേക്ക് ഒരു MBBS കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം 864 വന്ന ആ റാങ്കിൽ ഈ വർഷത്തെ മാർക്ക് എന്ന് പറയുന്നത് 677 ആണ്. അപ്പം നമുക്കിതൊരു 900ലേക്ക് മൂവ് ചെയ്താൽ ഒരു 670 അല്ലെങ്കിൽ ഒരു 670 അല്ലെങ്കിൽ 669 വരെയൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഒരു ഗവൺമെൻറ് സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം.
ഇതിനോടൊപ്പം അത് തന്നെ ജനറൽ കാറ്റഗറിയിൽ റിസർവേഷൻസ് ഒന്നുമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് EWS റിസർവ്, നമുക്കറിയാം 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളുടെയും 10% സീറ്റ് EWS റിസർവേഷന് മാറ്റിവെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ EWS റിസർവേഷൻ ഉള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം 3334 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് MBBSന് ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ റാങ്ക് വെച്ചിട്ട് ആ റാങ്കിലുള്ള ഈ വർഷത്തെ വിദ്യാർത്ഥിയുടെ മാർക്ക് നമ്മളൊന്ന് ചെക്ക് ചെയ്താൽ 643 വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് ഈ റാങ്കിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വർഷം ഒരു 643 ഓർ ഒരു 640 വരെ മാർക്ക് വന്ന വിദ്യാർത്ഥികൾക്ക് EWS റിസർവേഷൻ ഉണ്ടെങ്കിൽ ഒരു ഗവൺമെൻറ് സീറ്റിൽ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈഴവ കമ്മ്യൂണിറ്റിയിൽ റിസർവേഷൻ വെച്ച് 1822 വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് MBBSന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ആ റാങ്കിൽ നിന്നുകൊണ്ട് ഈ വർഷത്തെ മാർക്ക് 661 ആണ്. അപ്പോൾ ഈ വർഷത്തെ ഒരു സ്ലൈറ്റ് ഡിഫറൻസ് വരുന്നത് കൊണ്ട് തന്നെ അത് കുറച്ചും കൂടെ നമുക്ക് കരുതാം ഒരു 650 വരെയൊക്കെ എബോവ് വന്ന വിദ്യാർത്ഥികൾക്ക് ഒരു ഈഴവ കമ്മ്യൂണിറ്റിയിൽ മേ ബി ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മുസ്ലിം കമ്മ്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ റിസർവേഷൻ അനുസരിച്ചിട്ട് 1313 വരെയാണ് ഒരു ഗവൺമെൻറ് സീറ്റിൽ കഴിഞ്ഞ വർഷം വന്നിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള മാർക്ക് നോക്കിയാൽ 669 ആണ്. അതൊരു 665 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനോടൊപ്പം ബാക്ക്വേർഡ് ഹിന്ദു കഴിഞ്ഞ വർഷം 2915 വരെ റാങ്കിൽ വന്ന വിദ്യാർത്ഥികൾക്കാണ് MBBSന് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത് ഗവൺമെൻറ് സീറ്റിലേക്ക്. ഇനി അത് തന്നെ 647 ആണ് ആ റാങ്ക് വെച്ച് നോക്കുമ്പോൾ ഈ വർഷത്തെ മാർക്ക് വരുന്നത്. ഇനി അതിലും ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. ലാറ്റിൻ കത്തോലിക്ക 4698 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ മാർക്ക് നോക്കിയാൽ 628 ആണ് മാർക്ക് വരിക. ധീവര കമ്മ്യൂണിറ്റിയിൽ 6519 മാർക്ക് 610. അപ്പോൾ ഈ വർഷം ഒരു 600 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ ഒരു ധീവര കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥിക്ക് ഒരു ഗവൺമെൻറ് സീറ്റിൽ അഡ്മിഷൻ കിട്ടാം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇതിനോടൊപ്പം ഗവൺമെൻറ് MBBSൻ്റെ വിശ്വകർമ്മ കമ്മ്യൂണിറ്റിയിലെ റിസർവേഷൻ നോക്കിയാൽ 2154 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. ആ വിദ്യാർത്ഥിയുടെ ഈ വർഷത്തെ മാർക്ക് നോക്കിയാൽ 656 ആണ്. അപ്പോൾ ഒരു 650 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗവൺമെൻറ് MBBS സീറ്റിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ 3331 ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വന്നത്. ആ വിദ്യാർത്ഥിയുടെ ഈ വർഷത്തെ മാർക്ക് നോക്കിയാൽ ഒരു 643 മാർക്ക് വരെ ഉള്ള വിദ്യാർത്ഥികൾക്ക്, അത് കുറച്ചുകൂടി നോക്കിയാൽ ഒരു 640 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി കുടുംബി കമ്മ്യൂണിറ്റിയിൽ 14530 ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വന്നത്. ആ റാങ്ക് വെച്ച് നോക്കിയാൽ ഒരു 523 വരെ മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്രാവശ്യം കിട്ടാനുള്ളൊരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി കുശവൻ കമ്മ്യൂണിറ്റി 9025 ആണ്. ആ റാങ്കിൽ വെച്ച് നോക്കിയാൽ 584. ഇതിനകത്തൊക്കെ ചെറിയ ഡിഫറൻസുകൾ ഇപ്രാവശ്യവും വരാം. എങ്കിലും നമുക്കൊരു ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് ഇത്രയും വരെയൊക്കെ റാങ്കിൽ നിന്നുകൊണ്ട് എനിക്ക് കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ഓപ്ഷൻ കൊടുക്കുമ്പോൾ കോളേജുകളും ക്യാമ്പസും ഒക്കെ സെലക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി SC കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ 13377, അത് ഈ വർഷത്തെ മാർക്കായിട്ട് വരുന്നത് 537 ആണ്. കുറച്ചും കൂടെ ഒരു വ്യത്യാസത്തിൽ ഒരു 525 വരെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു MBBS ഗവൺമെൻറ് സീറ്റ് കിട്ടാനുള്ളൊരു സാധ്യതയിലേക്ക് നമുക്ക് എത്താം. ST കമ്മ്യൂണിറ്റി 21657 ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. ആ റാങ്കിനെ ഡിപ്പെൻഡ് ചെയ്തുള്ള മാർക്ക് 425 ആണ് ഇപ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാം ഇതുവരെ കണ്ടത് ഗവൺമെൻറ് MBBSൻ്റെ സീറ്റുകളാണെങ്കിൽ ഇനി നമുക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലെ ക്യാമ്പസുകളിലെ റാങ്കിനെ ബേസ് ചെയ്തിട്ട് മാർക്കിനെ കുറിച്ച് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാം കേരളത്തിൽ ഇപ്പോൾ ടോട്ടൽ കഴിഞ്ഞ വർഷം 19 മെഡിക്കൽ കോളേജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ വർഷം 2 കോളേജും കൂടെ പുതിയതായിട്ട് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് വൺ പാലക്കാടുള്ള പിംസിൻ്റെ പാലക്കാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ക്യാമ്പസും മറ്റൊന്ന് വർക്കലയിലുള്ള പുതിയ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജും. അപ്പോൾ ഈ 2 ക്യാമ്പസും കൂടെ ഈ വർഷം അലോട്ട്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതും കൂടെ ഉണ്ടെങ്കിൽ അത്രയും സീറ്റിൻ്റെ ഒരു ഇൻക്രീസ് വരുമ്പോൾ കൂടുതൽ കുട്ടികൾക്ക് കൂടെ MBBSന് കിട്ടാനുള്ളൊരു സാധ്യതയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇനി കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കും ഈ വർഷത്തെ മാർക്കും വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഇനി കഴിഞ്ഞ വർഷത്തെ സെൽഫ് ഫിനാൻസിങ് കോളേജിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിൽ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 9760 ആണ്. അപ്പോൾ ഈ വർഷം
9760 ആണ്. ആ റാങ്കിൽ നിന്നുകൊണ്ട് ഈ വർഷത്തെ മാർക്ക് 576 ആണ്. ഇനി ഈ വർഷം നമുക്കറിയാം 2 ക്യാമ്പസും കൂടെ കൂടുന്നത് കൊണ്ടും ഓൾ ഇന്ത്യ കൗൺസിലിംഗ് കുറേ വിദ്യാർത്ഥികൾ മാറാൻ സാധ്യതയുള്ളതുകൊണ്ടും ഈ 9760 എന്നുള്ളത് ഈ വർഷം ഒരു 11,000 വരെയൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാർക്കും, അപ്പോൾ ഒരു 11,000 നമ്മൾ പ്രതീക്ഷിച്ചാൽ അതിനനുസരിച്ച് മാർക്കും ഈ 576 എന്നുള്ളത് ഒരു 560 മാർക്കിലേക്കൊക്കെ ഉള്ള വിദ്യാർത്ഥികൾ സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ സ്റ്റേറ്റ് മെറിറ്റിൽ കിട്ടാനുള്ള ഒരു സാധ്യത നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിലെ EWS റിസർവേഷനിലേക്ക് നോക്കിയാൽ 18,060 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൊപ്പോഷണലായിട്ടുള്ള ഈ വർഷത്തെ മാർക്ക് 478 ആണ്. ഇനി ഈ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൻ്റെ EWS സീറ്റ്, EWS എന്ന് നമുക്കറിയാം എക്കണോമിക്കലി വീക്കർ സെക്ഷനാണ്. അതായത് ജനറൽ കാറ്റഗറിയിലെ ഫിനാൻഷ്യലി ബാക്ക്വേർഡ് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ളതാണ് ഈ EWS റിസർവേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൻ്റെ നമ്മുടെ ഫീസ് നമുക്കറിയാം 8 ലക്ഷം രൂപയാണ്. ഇനി അപ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് സെക്ടറിലേക്ക് ഒരു EWS എക്കണോമിക്കലി വീക്കർ സെക്ഷനിൻ്റെ കൺസിഡറേഷനിലൂടെ നമുക്കൊരു അഡ്മിഷൻ കിട്ടുന്നത് കൊണ്ട് അവിടെ ഫീസിന് ഇളവോ സ്കോളർഷിപ്പോ അങ്ങനെ പ്രത്യേക പരിഗണനകളൊന്നുമില്ല. ഒരു EWS റിസർവേഷൻ ആണ് എങ്കിൽ പോലും ഈ ഫുൾ ഫീസ് അടച്ച് തന്നെ വേണം ഒരു വിദ്യാർത്ഥി സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും ഫീസ് റെമിറ്റ് ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിനുള്ള സപ്പോർട്ടുള്ള വിദ്യാർത്ഥികൾ വേണം തീർച്ചയായും സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൻ്റെ EWS റിസർവേഷനിലേക്ക് മൂവ് ചെയ്യുവാൻ. ഇനി അത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ബാങ്ക് ലോണോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫസ്റ്റ് ഇനിഷ്യൽ പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബാങ്ക് ലോണൊന്നും എഡ്യൂക്കേഷൻ ലോണൊന്നും പ്രൊവൈഡ് ചെയ്യാൻ ചാൻസ് ഇല്ല. അപ്പോൾ അത് നമ്മളൊരു അഡ്മിഷൻ എടുത്തതിന് ശേഷം മാത്രമായിരിക്കും നാം അതിനുവേണ്ടി മൂവ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിഷ്യലായിട്ട് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എൻട്രൻസ് കമ്മീഷണർക്കും ക്യാമ്പസിലും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഫുൾ ഫീസും അടയ്ക്കത്തക്ക രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സും നാം മനസ്സിൽ കണ്ടുകൊണ്ട് വേണം സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ EWSന് നമ്മൾ ഓപ്ഷൻ കൊടുക്കാൻ. ഇനി സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ ഈഴവ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ നോക്കിയാൽ 11,473 വരെയാണ് 2023 ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത്. അതിന് പ്രൊപ്പോഷണലായിട്ടുള്ള 2024 മാർക്ക് അറൗണ്ട് 558 ആണ്. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടെ താഴോട്ട് പോകാം. ഒരു 540 ഒക്കെ വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഒരു സെൽഫ് ഫിനാൻസിങ് അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യതയെക്കുറിച്ച് നമുക്ക് തിങ്ക് ചെയ്യാം. മുസ്ലിം കമ്മ്യൂണിറ്റി ആണെങ്കിൽ 10,913 564. ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. കേരളത്തിലുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മെഡിക്കൽ കോളേജുകളുണ്ട്. ആ ക്യാമ്പസുകളിൽ നോർമലി ഉള്ള സീറ്റുകൾ കൂടാതെ മുസ്ലിം മൈനോറിറ്റി സീറ്റുകളുണ്ട്. അപ്പോൾ ആ മൈനോറിറ്റി സീറ്റിലേക്ക് മുസ്ലിം കുട്ടികളെ മാത്രമായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നോക്കിയാൽ 564 ആണ് നമുക്ക് ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നതെങ്കിൽ ആ മൈനോറിറ്റി സീറ്റിലും കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ കുറച്ചുകൂടെ മാർക്ക് ഒരു 540 വരെയൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് ഈ മുസ്ലിം റിസർവേഷനുള്ള കമ്മ്യൂണൽ റിസർവേഷനും കൂടെ കിട്ടുന്ന ക്യാമ്പസുകളിൽ അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇനി ബാക്ക്വേർഡ് ഹിന്ദു കഴിഞ്ഞ വർഷം 9817 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ പ്രൊപ്പോർഷൻ 575 മാർക്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അതിലും ഈ വർഷം ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി ലാറ്റിൻ കമ്മ്യൂണിറ്റിയിലാകുമ്പോൾ 14151 ആയിരുന്നു സെൽഫ് ഫിനാൻസിങ്ങിൻ്റെ, അത് 528 ആണ് ഈ വർഷത്തെ ഒരു മാർക്ക് നോക്കുന്നത്. അപ്പോൾ അത് ഈ 528 എന്നുള്ളതും 510 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ലാറ്റിൻ കമ്മ്യൂണിറ്റി വെച്ചിട്ട് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇവിടെയും ഈ ലാറ്റിൻ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക്, അതുപോലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളുടെ പുഷ്പഗിരി, ജൂബിലി, അമല പോലെ പോകുന്ന ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജുകളുടെ മൈനോറിറ്റി സീറ്റിലേക്ക് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ട് റിസർവ് ചെയ്തിട്ടുള്ള സീറ്റുകളുണ്ട്. അപ്പോൾ ആ സീറ്റിലേക്കും കൂടെ നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്താൽ അതിനുള്ള റിസർവേഷൻ നമുക്കുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാർക്ക് 528 പകരം ഒരു 510 മാർക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത നമുക്കവിടെ പ്രതീക്ഷിക്കാം. ഇനി ധീവര കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ 10,519 568 എന്നുള്ളത് കുറച്ചുകൂടെ അത് വേരി ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ഒന്ന് തിങ്ക് ചെയ്ത് വേണം മുന്നോട്ട് പോകാൻ. ഇതിനോടൊപ്പം വിശ്വകർമ്മ കമ്മ്യൂണിറ്റി വരുമ്പോൾ 18,157 റാങ്ക് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് കഴിഞ്ഞ വർഷം ലഭിച്ചിട്ടുണ്ട്. അത് 476 ആണ് ഈ വർഷത്തെ ആ മാർക്ക്. റാങ്കുമായിട്ട് വെച്ച് നോക്കുമ്പോൾ മാർക്ക് കാണാൻ പറ്റുക. ഇനി അതിലും ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ മനസ്സിൽ നാം കരുതുക. ബാക്ക്വേർഡ് ക്രിസ്ത്യൻ 11,460,
മാർക്ക് 558. ഈ ബാക്ക്വേർഡ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്കും മുമ്പേ പറഞ്ഞ മൈനോറിറ്റി കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ഡിഫറൻസ് നമുക്ക് ഈ മാർക്കിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. കുടുംബി കമ്മ്യൂണിറ്റി ആകുമ്പോൾ 19,396 ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് വന്നിരിക്കുന്ന റാങ്ക്. അതിൻ്റെ പ്രപ്പോർഷൻ മാർക്ക് നോക്കിയാൽ 459 ആണ് മാർക്ക് വന്നിരിക്കുന്നത്. അതിനകത്തും വ്യത്യാസം ഉണ്ടാകാം. അറൗണ്ട് ഒരു 440 വരെയൊക്കെ ഉള്ള വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാനുണ്ട് ഇവിടെ. അതേപോലെ 558 എന്നുള്ളത് ഒരു 545 വരെയൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ പക്ഷേ മേ ബി കിട്ടിയേക്കാം, ഒരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ കുശവൻ കമ്മ്യൂണിറ്റിയിൽ 13,505 ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വന്നത്. അത് 535 പകരം ഒരു 525 വരെയൊക്കെ ഈ വർഷം നമുക്കൊരു അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. SC കമ്മ്യൂണിറ്റി 15,906 ആണ് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക്. അതിൻ്റെ പ്രപ്പോർഷണൽ മാർക്ക് 2024 കാണുന്നത് 506 ആണ്. അതിപ്രാവശ്യം ഒരു 500 490 ഒക്കെ ഉള്ള വിദ്യാർത്ഥികൾക്കും അഡ്മിഷൻ കിട്ടാനുള്ളൊരു സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ST ആകുമ്പം 25,649 ആണ് കഴിഞ്ഞ വർഷത്തെ റാങ്ക്. അതിൻ്റെ പ്രപ്പോർഷൻ മാർക്ക് ഇപ്രാവശ്യം 360 ആണ് കാണുന്നത്. ഇനി ഇവിടെ SC കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ST കമ്മ്യൂണിറ്റി ഈ റിസർവേഷൻ വരുമ്പോൾ നമുക്കൊരു സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൻ്റെ ഫീസ് 8 ലക്ഷം രൂപയാണെങ്കിലും SC ST കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫീസ് ഒന്നും കൊടുക്കാതെ സൗജന്യമായിട്ട് പഠിക്കാനുള്ള അവസരമാണ് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ്ങിലുള്ളത്. ഇനി ഇതിനോടൊപ്പം തന്നെ നമുക്കറിയാം OEC കമ്മ്യൂണിറ്റിയിൽ വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ ഫീസുകൾ ഇല്ലാതെ പഠിക്കാം. അപ്പോൾ SC ST OEC കമ്മ്യൂണിറ്റിയിലുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജിലാണ് നമുക്ക് അഡ്മിഷൻ കിട്ടിയിരിക്കുന്നത്. 8 lakhs rupees എബോവ് ആണ് ഫീസ് എങ്കിൽ പോലും സൗജന്യമായി പഠിക്കാനുള്ള ഒരു അവസരം പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് ക്യാമ്പസുകളിൽ ഉണ്ട് എന്നുള്ളതും വിദ്യാർത്ഥികൾ പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി നമുക്ക് BDSന്റെ സെക്ടറിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ BDSന്റെ ഗവൺമെന്റിലുള്ള കോളേജുകളുടെ മൊത്തം 5 കോളേജുകളുടെ 5,500 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്കാണ് കഴിഞ്ഞ വർഷം BDSന് ഗവൺമെൻറ് സീറ്റ് ലഭിച്ചിരിക്കുന്നത്. ആ 5,500 ഈ വർഷത്തെ മാർക്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ 610 വരെ മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് ഒരു BDSന് ഗവൺമെൻറ് സീറ്റിൽ ഇപ്രാവശ്യം കിട്ടാനുള്ളൊരു ചാൻസ് കാണുന്നത്. ഇനി ആ 610 എന്നുള്ളത് നമുക്കൊരു 590 വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം BDSന് ഒരു ഗവൺമെൻറ് സീറ്റിലേക്ക് ഈ വർഷത്തെ മാർക്ക് നാം ഒന്ന് അനലൈസ് ചെയ്യുമ്പോൾ. ഇനി അത് തന്നെ പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് BDSന് കേരളത്തിൽ നമുക്ക് 20 സെൽഫ് ഫിനാൻസിങ് കോളേജുകളാണുള്ളത്. ആ 20 കോളേജുകളിലേക്ക് നമുക്കൊരു അഡ്മിഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ കഴിഞ്ഞ വർഷം 25,000 വരെ റാങ്ക് വന്ന വിദ്യാർത്ഥികൾക്ക് ആ 25,000 റാങ്ക് ഇപ്രാവശ്യം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 400 എബോവ് മാർക്ക് സ്കോർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് BDSന് ഒരു സെൽഫ് ഫിനാൻസിങ് കിട്ടാനുള്ള സാധ്യത നമുക്കവിടെ കാണാൻ സാധിക്കും. ഇനി MBBSും BDSും കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ ഓപ്റ്റ് ചെയ്യുന്ന മറ്റൊരു കോഴ്സാണ് അഗ്രികൾച്ചർ കോഴ്സ് എന്ന് പറയുന്നത്. ഈ അഗ്രികൾച്ചർ കോഴ്സിന് നമുക്ക് കേരളത്തിൽ 4 ക്യാമ്പസുകളാണുള്ളത്. ഈ 4 ക്യാമ്പസുകളുടെ 15% സീറ്റ് ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെ ഫില്ല് ചെയ്യുന്നതാണ്. ബാക്കി വരുന്ന 85% സീറ്റ് നോക്കിയാൽ കഴിഞ്ഞ വർഷം 10,000 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ് അഗ്രികൾച്ചർ കോഴ്സിന് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നത്. ആ റാങ്ക് വെച്ച് നോക്കിയാൽ ആ പ്രപ്പോർഷൻ വെച്ച് നോക്കിയാൽ അറൗണ്ട് ഒരു 570 മാർക്ക് വരെ വരുന്ന വിദ്യാർത്ഥികൾക്കാണ് അഗ്രികൾച്ചർ കിട്ടാനുള്ള സാധ്യത. നമുക്കറിയാം ഇന്ത്യ മുഴുവനുള്ള അഗ്രികൾച്ചർ കോഴ്സുകൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് നാം CUET എക്സാമിനേഷൻ ആയിരുന്നു എഴുതേണ്ടത്. ആ CUET എക്സാമിനേഷൻ എഴുതിയ വിദ്യാർത്ഥികൾക്ക് ഓൾ ഇന്ത്യ ICARന്റെ അലോട്ട്മെന്റ് പ്രോസസ്സിംഗ് പങ്കെടുക്കുന്നതിലൂടെയാണ് ഇന്ത്യ മുഴുവനുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെ 15% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുന്നത്. അതിൻ്റെ അലോട്ട്മെൻറ്റും ഓപ്ഷൻ രജിസ്ട്രേഷനും ഒക്കെ തുടങ്ങുന്നത് ഏകദേശം ഒരു സെപ്റ്റംബർ ഒക്ടോബർ ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അത് തുടങ്ങുക. ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിൻ്റെ സെക്കൻഡ് റൗണ്ടും കംപ്ലീറ്റ് ചെയ്തൊക്കെ കഴിയുമ്പോഴാണ് അഗ്രികൾച്ചറിൻ്റെയും അതുപോലെ വെറ്റിനറിയുടെയും ആയുർവേദത്തിൻ്റെ ആയുഷിൻ്റെയും ഒക്കെ അലോട്ട്മെൻറ്റുകൾ തുടങ്ങുക. അപ്പോൾ ഇതിലെല്ലാം വിദ്യാർത്ഥികൾ പങ്കെടുക്കണം. അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആൽഫയുടെ ഈ ചാനലിലൂടെ നമ്മൾ കൃത്യമായ അപ്ഡേറ്റ്സ് വിദ്യാർത്ഥികൾക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഈ അഗ്രികൾച്ചറിൻ്റെ ഈ 4 ക്യാമ്പസുകളിൽ കേരളത്തിലുള്ള 85% സീറ്റിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് നമ്മൾ പങ്കെടുക്കണം. അതിൽ പങ്കെടുക്കുന്നതിലൂടെയാണ് നമ്മുടെ കേരള റാങ്ക് ഒരു 10,000, അതിൻ്റെ മാർക്ക് ഒരു 575 അല്ലെങ്കിൽ ഒരു 550 എബോവ് ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിലൊരു അഗ്രികൾച്ചർ കോഴ്സിന് കിട്ടാനുള്ള സാധ്യത നമുക്ക് എക്സ്പെക്ട് ചെയ്യാം.
അഗ്രികൾച്ചറിനോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾ പ്രാധാന്യത്തോടെ എടുക്കുന്ന ഒരു കോഴ്സാണ് വെറ്റിനറി സയൻസ് എന്ന് പറയുന്നത്. അപ്പം ഈ വെറ്റിനറി കോഴ്സുകൾക്കേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കാനായിട്ട് അതിനും ഇതേപോലെ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയാണ് ഇന്ത്യ മുഴുവനുള്ള വെറ്റിനറി ക്യാമ്പസുകളിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുന്നത്. നമ്മുടെ കേരളത്തിലുള്ള 2 ക്യാമ്പസിൽ അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ കേരള റാങ്കിനെ ബേസ് ചെയ്തിട്ട് കേരള എൻട്രൻസ് കമ്മീഷനുടെ കൗൺസിലിങ്ങിൽ നാം പങ്കെടുക്കണം. അങ്ങനെ വരുന്ന കേരളത്തിലെ 85% സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് നോക്കിയാൽ ഒരു 5500 വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അത് ഈ വർഷത്തെ മാർക്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്താൽ ഒരു 625 മാർക്ക് അല്ലെങ്കിൽ ഒരു 610 എബോവ് എങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കേരളത്തിൽ ഒരു വെറ്റിനറി സയൻസ് കോഴ്സിന് ഒരു അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത നമ്മുടെ മനസ്സിൽ നമുക്ക് കരുതാം. ഇനി നമുക്ക് BAMSന്റെ ആയുർവേദത്തിന്റെ കോഴ്സിലേക്ക് ഒന്ന് പോയി കഴിഞ്ഞാൽ ആയുർവേദത്തിനും ഓൾ ഇന്ത്യ വൈസുള്ള അലോട്ട്മെന്റ് ഉണ്ട്. അത് ആയുഷിന്റെ കൗൺസിലിങ്ങിലൂടെയാണ് വിദ്യാർത്ഥികൾ പങ്കെടുക്കേണ്ടത്. നമ്മുടെ കേരളത്തിൽ വരുന്ന BAMSന്റെ കോഴ്സിലേക്ക് ഗവൺമെന്റ് സീറ്റിലേക്ക് ഒരു അഡ്മിഷൻ ലഭിക്കണമെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് വന്നിരിക്കുന്നത് 12,000 ആണ്. അപ്പോൾ ആ 12,000 ലഭിച്ചിരിക്കുന്ന ഈ വർഷത്തെ മാർക്കൊന്ന് നാം നോക്കിക്കഴിഞ്ഞാൽ അറൗണ്ട് ഒരു 550 മാർക്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ BAMSന് ആയുർവേദ കോഴ്സിന് അഡ്മിഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മുടെ കേരളയുടെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇനി ആയുർവേദത്തിന് ഒരു സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതെന്താണ് അങ്ങനെ? അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് 11th 12th പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സാൻസ്ക്രിറ്റ് +1 +2 പഠിച്ചിട്ടുണ്ടെങ്കിൽ നാം കീമിന് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത സമയത്ത് നാം സംസ്കൃതം പഠിച്ചിട്ടുള്ളതായിട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് 5 മാർക്ക് അഡീഷണൽ ഉണ്ട്. അപ്പം നമുക്ക് നീറ്റിന് സ്കോർ ചെയ്ത മാർക്കിൻ്റെ കൂടെ ഈ സംസ്കൃതം പഠിച്ചതിൻ്റെതിനുള്ള മെറിറ്റ് മാർക്കും കൂടെ ആഡ് ചെയ്തിട്ടാണ് ആയുർവേദത്തിൻ്റെ സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ആയുർവേദത്തിനുള്ള സെപ്പറേറ്റ് റാങ്ക് ലിസ്റ്റ് കൺസിഡർ ചെയ്തിട്ടാണ് BAMSന്റെ സീറ്റുകൾ ഫില്ല് ചെയ്യുക. അപ്പോൾ അതിൽ തന്നെ കേരള എൻട്രൻസ് കമ്മീഷൻ ഫില്ല് ചെയ്യുന്നത് കേരളത്തിലെ സീറ്റുകളുടെ 85% സീറ്റാണ്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു അഡ്മിഷൻ ലഭിക്കാൻ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഒരു 12,000 കമ്പയർ ചെയ്യുമ്പോൾ ഈ വർഷത്തെ ഒരു 550 മാർക്ക് എന്നുള്ളത് ഒരു 525 അല്ലെങ്കിൽ ഒരു 530 വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഗവൺമെൻറ് സീറ്റിൽ ഒരു അഡ്മിഷൻ ലഭിക്കാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിനോടൊപ്പം കേരളത്തിലെ ആയുർവേദത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജുകളിൽ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് എത്തിയിരിക്കുന്നത് 30,000 ആണ്. അപ്പോൾ ആ 30,000 ഉള്ള വിദ്യാർത്ഥിയുടെ ഈ വർഷത്തെ നീറ്റിൻ്റെ മാർക്ക് നാം കമ്പയർ ചെയ്യുമ്പോൾ അറൗണ്ട് ഒരു 300 മാർക്കിലേക്കാണ് അത് എത്തുക. അപ്പോൾ ഒരു 300 എബോവ് മാർക്ക് നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു ആയുർവേദത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിക്കാനുള്ളൊരു സാധ്യത നമുക്ക് ഈ വർഷം പ്രതീക്ഷിക്കാം. ഇനി നമുക്ക് BHMSന്റെ കോഴ്സ് ഒന്ന് നോക്കിയാൽ ഹോമിയോ മെഡിക്കൽ കോളേജുകളുടെ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ നോക്കിയാൽ കഴിഞ്ഞ വർഷം 16,000 റാങ്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്കാണ്. നമുക്കറിയാം ഹോമിയോയ്ക്ക് 5 ഗവൺമെൻറ് കോളേജുകൾ മാത്രമാണ് നമ്മുടെ കേരളത്തിലുള്ളത്. അപ്പോൾ ഈ ക്യാമ്പസിലേക്ക് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് പ്രൊപ്പോർഷൻ വെച്ച് നോക്കിയാൽ 500 മാർക്ക് വരെ വന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ കിട്ടാനുള്ളൊരു പോസിബിലിറ്റിയാണ് നാം കാണുന്നത്. അത് ആ 500 എന്നുള്ളത് ഈ വർഷം ഒരു 480 വരെയൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇവിടെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്ന കഴിഞ്ഞ വർഷത്തെ ഓരോ കോഴ്സിൻ്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും ആ ലാസ്റ്റ് റാങ്കിനെ ബേസ് ചെയ്തിട്ട് ഈ വർഷത്തെ നീറ്റിൻ്റെ മാർക്കും വെച്ചിട്ടുള്ള ഒരു അനലൈസിംഗ് ആണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു വിശകലനം നമ്മൾ ചെയ്യുന്നതിൻ്റെ റീസൺ നമുക്കറിയാം. ഇപ്പോൾ ഓഗസ്റ്റ് മാസമായി, ഓഗസ്റ്റിൽ ഓൾ ഇന്ത്യ കൗൺസിലിംഗ് തുടങ്ങി. ഇനി കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിംഗ് എല്ലാം ഇമ്മീഡിയറ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൻ്റെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെപ്റ്റംബർ 5-ാം തീയതിക്ക് മുമ്പായിട്ട് കേരളത്തിൻ്റെ മെഡിക്കൽ കോഴ്സുകളിലേക്കൊക്കെ നാം അഡ്മിഷൻ നിർബന്ധമായിട്ടും എടുക്കണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ സെപ്റ്റംബർ ഒക്ടോബർ വരെയൊക്കെ ആകുമ്പോഴാണ് ഓൾ ഇന്ത്യയുടെയും കേരളയുടെയും MBBSൻ്റെയും BDSൻ്റെ അലോട്ട്മെൻറ്റുകൾ തീരുക. ഓൾ ഇന്ത്യ വൈസുള്ള അഗ്രികൾച്ചർ, അതുപോലെ തന്നെ ആയുഷ് BAMS കോഴ്സുകൾക്കുള്ളത്, വെറ്റിനറി കോഴ്സുള്ള BVSയുടെ ഒക്കെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിങ് കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ ഈ വർഷം ഒരു നവംബർ ഡിസംബർ വരെയൊക്കെ നമുക്ക് ടൈം പ്രതീക്ഷിക്കാം. അപ്പം നമുക്ക് ഈ വർഷം നല്ലൊരു മാർക്ക് ലഭിച്ചില്ല, നല്ലൊരു റാങ്ക് ലഭിച്ചില്ല എങ്കിൽ നമ്മൾ ഈ ഡിസംബർ വരെ കാത്തു നിന്ന് കഴിയുമ്പോൾ ഒരു 2025 എൻട്രൻസ് എക്സാമിനേഷനുള്ള പ്രിപ്പറേഷനുള്ള ടൈം പോലും ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരൻസിനോട് പറയാനുള്ളത്, നമ്മുടെ ഈ റാങ്കിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതൊരു കോഴ്സിന് കേരളത്തിലോ കേരളത്തിന് പുറത്തോ ഓൾ ഇന്ത്യ കൗൺസിലിങ്ങിലൂടെയോ സ്റ്റേറ്റ് വൈസ് കൗൺസിലിങ്ങിലൂടെ കിട്ടാൻ സാധ്യത നാം മനസ്സിലാക്കിയതിന് ശേഷം
നാം കൃത്യമായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷനിലും കൗൺസിലിംഗും പങ്കെടുക്കുക. നമുക്കൊരു കിട്ടാനുള്ള സാധ്യത, ഞാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് അനുസരിച്ചിട്ട് ഒരു കോഴ്സിന് ലഭിക്കാൻ, ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു കോഴ്സ് അനുസരിച്ചിട്ട് എനിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഇല്ല എങ്കിൽ നാം ഇപ്പം മുതൽ തന്നെ 2025 എൻട്രൻസ് എക്സാമിനേഷൻ ടാർഗറ്റ് ചെയ്ത് പഠിച്ചു തുടങ്ങുക. അതിന് പാരലായിട്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനിൽ പങ്കെടുക്കുക. നമുക്കൊരു അഡ്മിഷൻ ലഭിച്ചാൽ അവിടെ നിന്ന് നാം ക്വിറ്റ് ചെയ്യുക, ആ കോഴ്സിൽ പോയി ജോയിൻ ചെയ്യുക. ഇല്ലെങ്കിൽ ഇപ്പോൾ മുതലുള്ള നന്നായിട്ടുള്ള പഠനം, ഒരു പേഴ്സണൽ അറ്റൻഷനോടുള്ള ഒരു പഠനം 2025 നമ്മുടെ ഇയറാക്കി മാറ്റാൻ സാധിക്കും. റീസണബിൾ ഫീസിൽ നല്ല ക്യാമ്പസിൽ പഠിച്ച് ഏറ്റവും മികച്ച ഒരു ഡെസിഗ്നേഷൻ, നമ്മുടെ ലൈഫിൻ്റെ ഡെസിഗ്നേഷൻ നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് പേരൻസിനോടും വിദ്യാർത്ഥികളോടുമുള്ള ആൽഫ അക്കാഡമിയുടെ അഡ്വൈസ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് 2025 നിങ്ങളുടെ റിസൾട്ടാക്കി മാറ്റാൻ, ഏറ്റവും നല്ലൊരു ക്യാമ്പസ് നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഒരു പേഴ്സണൽ അറ്റൻഷനോടെ ഏറ്റവും നല്ല പഠനമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ ആൽഫയുടെ ക്യാമ്പസിലെ സെപ്റ്റംബർ ബാച്ചിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നന്നായി പഠിക്കാം. ഓരോ ദിവസവും ഇവാലുവേറ്റ് ചെയ്ത് വിജയത്തിലേക്ക് നയിക്കുന്ന ഒരു സിസ്റ്റമാണ് ആൽഫയുടേത്. അങ്ങനെയാണ് ഈ വർഷവും ഏറ്റവും നല്ല വിജയം ആൽഫ അക്കാഡമി നേടിയെടുത്തത്. ഇപ്പോൾ വന്നിരിക്കുന്ന കേരളത്തിൻ്റെ മെറിറ്റ് റാങ്ക് ലിസ്റ്റാണ്. ഇനി ഇതിനോടൊപ്പം റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പബ്ലിഷ് ചെയ്യും. അത് ഓരോ കമ്മ്യൂണിറ്റിയുടെയും, EWS റിസർവേഷൻ, SC/ST കമ്മ്യൂണിറ്റി, ഈഴവ കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി, ലാറ്റിൻ കത്തോലിക്ക്, ഓരോന്നിൻ്റെയും റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഇനി ഈ റിസർവേഷൻ റാങ്ക് ലിസ്റ്റ് എന്നുള്ളത് ഓരോ ക്യാമ്പസിലും ആ റിസർവേഷൻ സീറ്റുകൾ ഫില്ല് ചെയ്യാനുള്ളത് മാത്രമാണ്. പക്ഷേ എൻട്രൻസ് കമ്മീഷനുടെ സൈറ്റിൽ ജനറൽ റാങ്കിൽ വെച്ചുകൊണ്ട് ആ റിസർവേഷൻ വെച്ച് എത്ര കുട്ടികൾക്ക് അഡ്മിഷൻ ലഭിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് കാറ്റഗറി റാങ്ക് വെച്ച് എനിക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. കാറ്റഗറി റാങ്ക് വെച്ച് തന്നെയാണ് അഡ്മിഷൻ ഫില്ല് ചെയ്യുന്നത്. പക്ഷേ ജനറൽ റാങ്ക്, ആ കാറ്റഗറി റാങ്ക് ലഭിച്ചിരിക്കുന്ന വിദ്യാർത്ഥിയുടെ ജനറൽ റാങ്ക് എത്ര എന്നുള്ളതാണ് എൻട്രൻസ് കമ്മീഷണർ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത്. അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ പാർട്ടാകാനും അതിനോടൊപ്പം ഓപ്ഷൻ രജിസ്ട്രേഷനിലും കൗൺസിലിംഗ് പ്രോസസ്സിലും നിങ്ങൾക്കുണ്ടാകുന്ന ഏതൊരു സംശയങ്ങൾക്കും ആൽഫയുടെ ക്യാമ്പസിലേക്ക് നിങ്ങളെ വിളിക്കാം. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനും ഏറ്റവും നല്ലൊരു വിജയത്തിലേക്ക് എത്തിക്കാനും ആൽഫ അക്കാഡമി കൂടെയുണ്ട്. ബെസ്റ്റ് വിഷസ്.